ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്നെ സുജി ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ വിവേകാണ് വന്നത്. വിവേകിനൊന്ന് ഇങ്ങനെ ഒരു ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെ സുജി നോക്കുന്നുണ്ട്. അതിന് ശേഷം സുജി അകത്തേക്ക് കയറി പോവുകയാണ്. വിവേകാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരും. അപ്പോൾ താൻ വന്നു ഇരിക്കടോ എന്ന് പറയുകയാണേ. ഈ സമയത്ത് ഇഷിത എന്തോ കുറിക്കാനൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ കുറച്ചോ എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് പോകും. അപ്പോൾ സുജി കുക്ക് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് വിവേക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. സുജിക്ക് ദേഷ്യം വന്നിട്ട് സുജി അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയതിന് ശേഷം വിവേകാണെന്നുണ്ട് വേഗം തന്നെ അവിടെ ചെന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുകയാണ്. ടിഷ്യൂവിൽ എഴുതി വെക്കുകയാണ്, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, നമുക്ക് ഒരുമിക്കണ്ടേന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ട് പോവുകയാണ്. ഇത് എടുക്കുന്നത് ഇഷിതയാണ് കേട്ടോ. ഇഷിത ഇത് വായിച്ച് നോക്കുമ്പോൾ മഹേഷാണ് എഴുതി വെക്കണതെന്ന് വിചാരിക്കും. മഹേഷിനെ ഇങ്ങനെ നോക്കുമ്പോൾ മഹേഷ് ഇങ്ങനെ ഇടയ്ക്കിട്ട് നോക്കിയിട്ട് ഇഷിതിനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷിത വിചാരിക്കും മഹേഷ് തന്നെയാണ് എഴുതിയത്. ആഹാ, ഇതെന്താ ഒരുമിക്കണ്ടേന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് തന്നെയാണല്ലോ, പിന്നെന്താ ഇത് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ ഇഷിത. പിന്നെ ഇങ്ങനെ ആലോചിക്കുന്നത്, ഓ ഒരുമിക്കലല്ലേ, അമ്പടാ കൊള്ളാലോ, എഗ്രിമെൻ്റൊക്കെ മറന്നോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇഷിത അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും വിവേക് വരികയാണ്. വിവേക് വന്നിട്ട് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ വീണ്ടും എഴുതാണ്. എന്നിട്ട് എഴുതി വെക്കുന്നത് വേറൊന്നുമല്ല, തന്നെ കണ്ടപ്പോൾ ഞാൻ റൊമാൻറ്റിക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു പ്രണയ ലേഖനം പോലെ അങ്ങനെ എഴുതിയേക്കാണ് കേട്ടോ. എന്നെ തന്നെ ഞാൻ മറന്നു അങ്ങനെയൊക്കെ പറയുകയാണേ. ആ സമയത്ത് അത് എഴുതി വെച്ച് പോയതിന് ശേഷം മഹേഷ് വന്നിട്ട് വെള്ളം കുടിക്കാൻ കേട്ടോ. വെള്ളം കുടിക്കാൻ വന്ന സമയത്ത് ഇഷിത അവിടേക്ക് വരുന്നുണ്ട്. ആ സമയത്തും ഇഷിത തന്നെയാണ് ഈ ഒരു പേപ്പർ കാണുന്നത്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇഷിതയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ. ഇഷിത ഇങ്ങനെ ഇരിക്കുന്നത്, ആഹാ കൊള്ളാലോ, ആരുമില്ലാത്ത നേരത്ത് അയാളുടെ ഒരു കിന്നാരം ശരിയാക്കി തരാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ എന്നൊക്കെ പറയുകയാണേ. അതിനുശേഷം വിവേക് പോവുകയാണ്. അപ്പോൾ വിവേക് സുജിയുടെ അടുത്ത് വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. വിവേക് വിചാരിച്ചു സുജിയാണ് അത് എടുത്തതെന്ന്. അപ്പോൾ സുജിക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിന് ശേഷം മഹേഷ് പറയാണ്, നമുക്ക് കഴിക്കണ്ടേ, കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്നിരുന്ന് കഴിക്കാൻ കേട്ടോ. 3 പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ആഹാ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇഷിത പറയും, ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ വേറൊന്നും നടക്കുന്നു വിചാരിക്കേണ്ടെന്ന് പറയും കേട്ടോ. അപ്പം മഹേഷ് എന്ത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ സുജി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താ വേറൊന്നും നടക്കില്ല എന്ന് പറഞ്ഞത്, എന്താ സംഭവം ചോദിക്കുക, എന്താ മഹേഷ് ഏട്ടാ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതൊന്നും മിണ്ടാതെ കണ്ടോ. അപ്പോൾ സുജി പറയുന്നുണ്ട്, മഹേഷ് ഏട്ടാ ചേച്ചിനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം കേട്ടോ, ഇനി അതിങ്ങനെ വെച്ച് നീട്ടിയ പ്രശ്നമാവും, കുട്ടികളില്ലാത്തതിൻ്റെ ചികിത്സ ഇപ്പോഴേ തന്നെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് സൂചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ഷിത പറയുകയാണേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിലൊന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണേ. ആ സമയത്ത് സുജി വരികയാണ്. സുജി പറയും, ഞാൻ പോട്ടെ ചേച്ചി എന്ന് പറയും. അയ്യോ നീ അവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചെന്നിട്ട് പറയാണ് സുജി, ഇന്ന് നീ ഇവിടെ നിൽക്ക്. ഞാനോ അതൊന്നും ശരിയാവില്ല, ഇന്ന് നിങ്ങൾ 2 പേരും മാത്രമുള്ളൊരു രാത്രിയാണിത്, പ്രണയമഴ പെയ്യിക്ക് എന്നൊക്കെ പറയാണ് കേട്ടോ സുജി. നിങ്ങൾ തമ്മിൽ ഉള്ള 2 പേരും മാത്രമുള്ള ഈ രാത്രി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ സുജി അവിടെ നിന്ന് പോകും കേട്ടോ. എന്താ താനെന്താ അവിടെ നിൽക്കുന്നത്, ഇവിടെ വന്നിരിക്കി, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇഷിത അവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നീട് കാണിക്കുന്നത് ആകാശും രജനിയും ആദ്യം കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യക്കാണെന്നുണ്ടെങ്കിൽ മടി, നാളെ രാവിലെ പോകണ്ട, നാളെ വൈകിട്ട് പോയാൽ പോരെ, അത്രയും സമയമെങ്കിലും എനിക്ക് അമ്മയുടെ അടുത്ത് ഇരിക്കാമല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആകാശ് പറയും, മോൻ്റെ ഇഷ്ടം പോലെ, എന്തായാലും കാറ് കൊണ്ടുവന്നാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നാക്കാന്ന് പറയും. വേണ്ട, ഞാൻ സ്കൂൾ ബസ്സിൽ പോയിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രജനി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും നാളെ ആദ്യമായിട്ട് പുറത്തൊന്ന് പോകണം, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, അതിലേക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറയാണ്. അത് ശരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആകാശ്. അതിനുശേഷം പിന്നീട് ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇഷിത പറയുന്നുണ്ട്, ഇപ്പോൾ വരും, കിടക്കാനില്ലേ എന്ന് ചോദിക്കും. അത് ചോദിച്ചാൽ മനസ്സിലിരിപ്പ് അത് തന്നെയാണ്, നമ്മൾ മാത്രമല്ലേ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് തന്നെയാണ്. അതേപോലെ തന്നെ മഹേഷ് വന്നിട്ട്, എന്താ ഇവിടെ താൻ ആലോചിച്ച് നിൽക്കുന്നത്, വാ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ വാ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ എന്ന് പറയും കേട്ടോ. ഇതത് തന്നെ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. ഇല്ല ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിൽക്കാൻ പോകാമെന്ന് പറയട്ടോ. അതെന്താ ഇവിടെ നിൽക്കുന്നത്, നല്ല മഴയൊക്കെ ഉണ്ട്, അപ്പോൾ ഇടിവെട്ടും മഴയൊക്കെ ഉണ്ട്. ആ സമയം നല്ല മഴ, രാത്രി നല്ല സുഖം ഉണ്ടാവും കിടന്ന് ഉറങ്ങാനൊക്കെ പറയാം കേട്ടോ. ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഇടിവെട്ട് കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷിക്ക് ഇങ്ങനെ അകത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യിച്ചു. അപ്പോൾ പതുക്കന്നെ ഇടിവെട്ടൊക്കെ കാരണം അകത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹേഷാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും സമ്മതിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് ഫോണിൽ കൂടെ. അപ്പോൾ ഇഷിത പറയും, ഇതൊക്കെ അത് തന്നെയാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് മഹേഷാണെന്നുണ്ടെങ്കിൽ കെടുക്കും. മഹേഷ് കിടന്നതിന് ശേഷം ഇഷിതിനെ വിളിക്കാൻ കേട്ടോ. ഇഷിതേ വാ കെടുക്കുന്നില്ലേ ചോദിക്കും കേട്ടോ. ഇല്ല ഞാൻ പിന്നെ വരാമെന്ന് പറയും കേട്ടോ. താൻ വന്ന് കെടുക്കടോ എന്ന് പറയും കേട്ടോ.
അങ്ങനെ ഇഷിത പതുക്കനെ മഹേഷിൻ്റെ അടുത്ത് ചെല്ലാണ് കേട്ടോ. മഹേഷാണെന്നുണ്ടെങ്കിൽ മൂടി പൊതച്ച് കെടുക്കുകയാണ്. അപ്പോൾ ഇഷിത മഹേഷിൻ്റെ അടുത്ത് ഇങ്ങനെ പതുക്കനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ കെടുക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ കെടുക്കാം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചിപ്പി ഓടി വരികയാണ്. അമ്മേ എന്ന് വിളിച്ചിട്ട് ചിപ്പി ഇങ്ങനെ വരും കേട്ടോ. മോള് വന്നോ എന്ന് പറഞ്ഞിട്ട് വേഗം മോളെ ഭാഗ്യം വന്നത്, അമ്മ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അമ്മയും വരികയാണ്. കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായി അമ്മയെന്ന് ചോദിക്കുമ്പോൾ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറയും കേട്ടോ. മോളിന്ന് അമ്മയുടെ കൂടെ കെടുക്കുമെന്ന് വിഷിത ചോദിക്കുമ്പോൾ അതിനെന്താ അമ്മയുടെ കൂടെ കെടുക്കാമല്ലോ എന്നൊക്കെ പറയട്ടോ. അന്നേരം സ്വപ്നവല്ലി ചിപ്പിമോളോട് പറയുന്നുണ്ട്, വേണ്ട ചിപ്പിമോളെ ഇവിടെ കെടുക്കണ്ട, അമ്മയും അച്ഛനും സന്തോഷമായിട്ട് കിടന്നോട്ടെ എന്ന് പറയട്ടോ. അതെന്താ ഞാനുണ്ടെങ്കിൽ സന്തോഷിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിപ്പിമോള്. മോളെ അച്ഛനോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വായു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചിപ്പി പോയതിന് ശേഷം ഇഷിതയാണെന്നുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ മഹേഷ് വാടോ താൻ വന്ന് കെടുക്കുക എന്ന് പറയട്ടോ. അത് ഞാനിവിടെ കെടുക്കുന്നില്ല, എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു, ഞാൻ പുറത്ത് പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ടൊരു പില്ല എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെ സോഫയിൽ കിടക്കുകയാണ്. സോഫയിൽ പില്ല വെക്കുന്നതിൻ്റെ അടിയിൽ നമ്മുടെ മഹേഷിൻ്റെ ഒരു ഫയലുണ്ട് കേട്ടോ. അപ്പോൾ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരികയാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ഫയൽ നോക്കി കിടക്കണം. അപ്പോൾ ആ പില്ലോൻ്റെ അടിയിലുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ആ ഫയൽ എടുക്കാൻ വേണ്ടി തലണ അങ്ങനെ മാറ്റുകയാണ്. പെട്ടെന്ന് മാറ്റുന്ന സമയത്ത് ഇഷിത ചാടി എഴുന്നേക്കണ്. എന്നിട്ട് പറയും, അയ്യോ ഇല്ല, ഞാനിതിന് സമ്മതിക്കൂല എന്ന് പറയും. എന്ത് സമ്മതിക്കില്ല എന്ന്? താൻ എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഫയലുണ്ട് നോക്കാതെ പോയിട്ട് പില്ല അവിടെ വെച്ചിട്ട് കിടന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മലാവട്ടോ. ഇഷിത ഇങ്ങനെ തലക്കൈ വെച്ചിട്ട് അയ്യോ വെറുതെ ചമ്മിപ്പോയി നാണം കിട്ടുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സ്വപ്നവല്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മഞ്ജിമ വരികയാണ്. എന്നിട്ട് മഞ്ജിമ പറയാണ്, അതെ ഫ്ലാറ്റിലുള്ളവരൊക്കെ ചോദിച്ചു തുടങ്ങി ഇഷിതരെ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇഷിതരെ കാര്യം എന്ത് ഇഷിതരെ കാര്യം? അതെ വിശേഷമായ എന്നാണോ? വിശേഷമായിട്ടുണ്ടെങ്കിൽ ബോർഡിലിടാമെന്ന് പറയട്ടോ എന്ന് പറയട്ടോ. അപ്പോൾ അതൊന്നും അല്ല അമ്മയെന്ന് പറയട്ടോ. പിന്നെന്താ? അല്ല മരുമോളുടെ മുന്നിൽ അമ്മായിമ്മ ഒരു തോൽവിയാണെന്നാണ് ആൾക്കാർ പറയുന്നതെന്ന് പറയും. എന്നാര് പറഞ്ഞു എന്ന് പറയട്ടോ. എന്ന് ആൾക്കാർ പറയുന്നുണ്ട് എന്ന് പറയട്ടോ. എന്നാലേ അങ്ങനെയല്ലാന്ന് അവരോട് പറഞ്ഞു. അങ്ങനെയല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കത് ബോധ്യപ്പെടണം. ഒരു ദിവസം മാത്രം അത് ബോധ്യപ്പെട്ടാൽ മതി എന്ന് പറയുമ്പോൾ ശരി, ഇന്ന് ഞാൻ നിനക്കത് ബോധ്യപ്പെടുത്തി തരാം, ഞാൻ ബെറ്റ് വയ്ക്കുന്നു അമ്മനോടെന്ന് പറയൂട്ടോ. അപ്പോൾ എന്താണ് എന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ കയ്യിലുള്ള ഒരു മോതിരം ഞാൻ തരാം, ഇത് ഞാൻ തൽക്കാലത്തേക്ക് നിനക്കിടാൻ തന്നതല്ലേ എന്ന് ചോദിക്കണേ. എന്തായാലും ഞാൻ ചെയ്യാം, ഇന്ന് ഞാൻ ഇഷിതനെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കൂല എന്ന് പറയട്ടോ. ശരി നോക്കാം എന്ന് പറയാണ്. ഈ സമയത്ത് അവിടേക്ക് രാമനാഥൻ വരുന്നുണ്ട്. അപ്പോൾ രാമനാഥൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയും മോളും കൂടെ ഒരു കുശലം പറച്ചിൽ, മരുമോളെ പൂട്ടാനുള്ള വഴിയാണോ എന്ന് ചോദിക്കുകയാണേ. അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ, പക്ഷേ എന്ത് ചെയ്യാം, മരുമോള് അമ്മായിമ്മനെ പൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സ്വപ്നവലിക്ക് ദേഷ്യം വന്നിട്ട് സ്വപ്നവലി പറയുന്നത്, ഇന്ന് നോക്കിക്കോ ഇഷിതിനെ കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ശരി നോക്കാം എന്ന് പറയുകയാണേ. പിന്നീട് ഇഷിത അങ്ങനെ റൂമിൽ ചിപ്പിനോട് പറയുകയാണ്, ചിപ്പി സ്കൂളിലേക്ക് പോകാൻ നേരത്തെ ഹോംവർക്ക് ചെയ്യുമ്പോൾ ഇത് ശരിയാവില്ല കേട്ടോ മോളെ, അമ്മയുടെ ചൊക്കര മോളെ ഇത് ശരിയാവില്ല, എന്തായാലും ഹോംവർക്ക് തലേ ദിവസം തന്നെ ചെയ്തു വെക്കണം എന്നൊക്കെ പറയട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണം അടിപൊളി, കല്യാണ പെണ്ണ് അടിപൊളി, പക്ഷേ ചെക്കൻ കൊള്ളൂല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ സൂപ്പറാണെന്ന് സദ്യനെ കുറിച്ച് കുറ്റമൊന്നും പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ. കുറ്റമൊന്നും പറയാൻ പാടില്ല, കാരണം ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുമ്പോൾ ഒരു വീട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കല്യാണം കഴിപ്പിച്ചയക്കുന്നത്. ലോൺ എടുക്കും, ചിലപ്പോൾ വീട് വിൽക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറ്റമൊന്നും പറയാൻ പാടില്ല എന്ന് പറയട്ടോ സദ്യക്ക്. ശരി എന്ന് പറയട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഡാഡി മമ്മിയുടെ ഒറ്റയ്ക്കായിരുന്നല്ലേ, അമ്മയും അച്ഛനും കൂടെ ഒറ്റയ്ക്കായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ മുത്തശ്ശി പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഒരു അർത്ഥം വെച്ചിട്ടുള്ള ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.